എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ തായ് മാംഗോ സ്റ്റിക്കി റൈസിന്റെ റെസിപ്പി. നിങ്ങൾ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തതായിരുന്നു. ഈ തായ്ലൻഡുകാരെ മാത്രമല്ല മലയാളികളുടെയും പ്രിയപ്പെട്ട ഒരു ഡിഷാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഒരുപാട് പേര് കഴിച്ചിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പൊ ഒട്ടും താമസിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്ന റെസിപ്പി ആയിരുന്നു മാംഗോ സ്റ്റിക്കി റൈസ്. അതൊരു തായ്ലൻഡ് റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റൈസാണ്. പക്ഷേ നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ സ്പെഷ്യൽ ആയിട്ടുള്ള റൈസ് വേണം ഉപയോഗിക്കാൻ. ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് ഗ്ലൂട്ടിനസ് റൈസ് ആണ്, അല്ലെങ്കിൽ സ്വീറ്റ് റൈസ് എന്നിവിടെ എഴുതിയിട്ടുണ്ടാവും. ഇത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. ആമസോൺ ഇന്ത്യയിലും ആമസോൺ ദുബായിലൊക്കെ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക്സ് ഞാൻ താഴെ തരാം. ഞാൻ നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ. നാട്ടിൽ ഷോപ്പിൽ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. ഇവിടുത്തെ കടകളിലൊക്കെ ഉണ്ട്. അപ്പൊ ഈ റൈസ് വേണം ശരിക്കും ആ പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാൻ. അപ്പൊ ഞാൻ നമ്മുടെ സാധാരണ റൈസ് വെച്ചിട്ടും തയ്യാറാക്കി നോക്കി. അപ്പോൾ ഒരു പായസത്തിന്റെ ഒരു ടേസ്റ്റ് എന്നല്ലാതെ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് എന്നുള്ള ഇതിലോട്ട് വരുന്നില്ല. പക്ഷെ ഒട്ടും നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചരി വെച്ചിട്ടോ കൈമ റൈസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൊന്നീർ റൈസ് വെച്ചുണ്ടാക്കാം. പക്ഷെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ അത് ചെയ്യാം. പിന്നെ ഈ റൈസ് കുക്ക് ചെയ്യുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മൾ സാധാരണ ചോറുണ്ടാക്കുന്ന പോലെയല്ല, വെള്ളത്തിലോട്ട് അരിയിട്ടിട്ടല്ല കുക്ക് ചെയ്യേണ്ടത്. ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ നോർമൽ ആയിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് കുറുക്കായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ വേണം കറക്റ്റായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോഴാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ആ മാംഗോ സ്റ്റിക്കി റൈസിന്റെ കൺസിസ്റ്റൻസിയും ടേസ്റ്റും വരുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് സ്റ്റിക്കി റൈസ്, സ്വീറ്റ് റൈസ് എടുത്തിട്ട് ആദ്യം തന്നെ നന്നായി വാഷ് ചെയ്തു. ഒരു 3-4 തവണ നന്നായിട്ട് വാഷ് ചെയ്ത് അതിന്റെ ആ വൈറ്റ് കളർ മാറുന്നവരെ വാഷ് ചെയ്യുക. അതിനുശേഷം വെള്ളത്തിലിട്ട് വെക്കും. ഒരു 6 hours എങ്കിലും മിനിമം വെള്ളത്തിലിട്ട് വെക്കണം. പക്ഷെ ഞാൻ ഓവർനൈറ്റ് ഇടാനാണ് താല്പര്യപ്പെടുന്നത്. ഓവർനൈറ്റ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായി വീണ്ടും വാഷ് ചെയ്ത് ഇതിലത്തെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന അരിയാണ്. 1 ഗ്ലാസിന്റെ അളവാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണേ. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമർ എടുക്കാം. അതിൽ ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ട്. താഴത്തെ തട്ടിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതങ്ങ് ഓൺ ചെയ്ത് കൊടുക്കാം. നന്നായി സ്റ്റീം വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഈ അരി ഡയറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റില്ല. അതിന് പകരമായിട്ട് നമുക്കൊരു തുണിയിൽ വേണം ഇത് ഇടാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ബാംബൂ സ്റ്റീമർ ഉണ്ടെങ്കിൽ ബാംബൂ സ്റ്റീമറിൽ വെച്ചിട്ടും തയ്യാറാക്കാം. അപ്പൊ ഇത് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ തോർത്തോ ഒരു പുതിയ തുണിയോ നമ്മളെ സെറ്റ് മുണ്ട ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാതെ നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ സ്റ്റീം ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് അരി അങ്ങ് ഇട്ട് കൊടുക്കാം. നനഞ്ഞ തോർത്തായിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ മടക്കാം. അതിനുശേഷം ഇതിലങ്ങ് വെച്ചു കൊടുക്കാം. 20-25 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് വെള്ളം നോക്കണം. വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇത് അടച്ചു വെക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 20 മിനിറ്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് 25 മിനിറ്റാണ് ഏകദേശം വേണ്ടി വരിക. അതായത് കൂടുതൽ സമയം സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് പ്ലസ് 2 മണിക്കൂറും കൂടെ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് 25 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡി ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് നോക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് കോക്കനട്ട് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് കോക്കനട്ട് മിൽക്കാണ് കേട്ടോ. ഇത് 14 ടേബിൾ സ്പൂൺ തേങ്ങയിലോട്ട് ഞാൻ 1 ഗ്ലാസ് നോർമൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സിയിൽ അടിച്ച് അതിനുശേഷം പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പാലാണ് കേട്ടോ. അതിലോട്ട് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരല്പം സോൾട്ടാണ്. സോൾട്ട് ഒരുപാട് കൂടാൻ പാടില്ല, എന്നാലും സോൾട്ട് വേണം. എന്നാലാണ് ആ ബാലൻസ്ഡ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിന് നമുക്കൊന്ന് ജസ്റ്റ് ഈ പഞ്ചസാര ഉരുകുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. പഞ്ചസാര ഉരുകിയാൽ മാത്രമേ, അതെല്ലാം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി ചൂടാവുന്ന സമയത്ത് നമുക്കതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോഴേക്കിനും നമ്മുടെ റൈസ് റെഡിയാവും. അതിനുശേഷം ഈ കോക്കനട്ട് മിൽക്കിലോട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ടങ്ങ് 20 മിനിറ്റ് അങ്ങ് അടച്ചു വെക്കാം. അരി ആദ്യം തന്നെ നന്നായി വാഷ് ചെയ്യാൻ മറക്കരുത്. വാഷ് ചെയ്ത് ആ വെള്ളം ക്ലിയർ വാട്ടർ ആയതിനു ശേഷം മാത്രം സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷവും രാവിലെ നമ്മൾ എടുക്കുന്ന സമയത്ത് വീണ്ടും നന്നായി വാഷ് ചെയ്യുക. ക്ലിയർ വാട്ടർ ആക്കിയതിന് ശേഷം മാത്രം അരിപ്പയിൽ സ്ട്രെയിൻ ചെയ്യാൻ വെക്കുക കേട്ടോ. ആ പ്രോസസ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഞാനിത് ഓഫ് ചെയ്തു. രുചി നോക്കുക. അത്യാവശ്യം മധുരം, മീഡിയം മധുരമാണിത്. അതേസമയം ചെറിയ ഉപ്പുരസം ഉണ്ടായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഫ്രഷ് കോക്കനട്ട് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാനിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡൈലൂട്ട് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് തിക്കാണെങ്കിലും ഒരു സിന്തറ്റിക് ടേസ്റ്റ് വരും. അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കാം കേട്ടോ. ഈവൻ കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ എപ്പോഴും നല്ലത് നമ്മുടെ അടുത്ത്
ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് കോക്കനട്ട് മിൽക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് നമ്മുടെ ചോറ് നോക്കാം, റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് എടുക്കുമ്പോൾ സൂക്ഷിക്കണം, കൈ പൊള്ളരുത്. പ്ലേറ്റിലോട്ട് അങ്ങ് വെക്കുക. എന്നിട്ട് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് നോക്കാം. കണ്ടോ, അത്യാവശ്യം കുക്കായിട്ടുണ്ട്. അതേസമയം ഓവറായിട്ട് ഉടഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ 25 മിനിറ്റാണ് എടുത്തിരിക്കുന്നത് എനിക്ക് സമയം. ഇനി നമുക്ക് ഈ ചൂടോട് കൂടിയിട്ട് പഞ്ചസാര ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്കിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലൊന്നും തോർത്തിലൊന്നുമില്ല. അതിനുശേഷം നമുക്ക് പതുക്കെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ലൂസ് പോലെ തോന്നും, പക്ഷേ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കിനും ഈ ചോറ് കംപ്ലീറ്റ് ഇതങ്ങ് വലിച്ചെടുത്തോളും. ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2-3 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്യും. അതിനുശേഷമാണ് അടച്ചു വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 3 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനുശേഷം അടച്ച് 20 മിനിറ്റ് വെക്കാം. ഇത് 3 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്യാണ് കേട്ടോ. നമുക്ക് ഇനി ചൂടില്ലാത്ത അടുപ്പിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 20 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിന്റെ പുറത്ത് ഒരു ടവലും കൂടെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ചൂട് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ടവൽ ഇടാൻ പറയുന്നത്. ഞാനിപ്പോൾ ഒരു ടവൽ വെച്ചിട്ട് മൂടി കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് കോക്കനട്ട് ക്രീം ഉണ്ടാക്കണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കി റൈസിന് മേലെ കൂടെ ഒന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 14 ടേബിൾ സ്പൂൺ തേങ്ങയിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സിയിൽ അരിച്ചെടുത്തിരിക്കുന്ന പാലാണിത്. അതിലോട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അലിയട്ടെ, നേരത്തെ ചെയ്ത പോലെ തന്നെ പഞ്ചസാര. ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം വെള്ളം എടുക്കുക ഒരു ഗ്ലാസ്സിലോട്ട്. 1 ടീസ്പൂൺ അരിപ്പൊടി, ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി, റോസ്റ്റഡ് അരിപ്പൊടി എടുക്കുക. അത് ഇച്ചിരി വെള്ളത്തിൽ അങ്ങ് മിക്സ് ചെയ്യാം. നന്നായിട്ട് കട്ടകളൊക്കെ ഒഴിവാക്കാം. അതിനുശേഷം നമ്മുടെ തേങ്ങാപ്പാലിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചിലവർ ഇതിന് പകരമായിട്ട് കോൺഫ്ലോർ യൂസ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിക്കാവുന്ന സമയത്ത് അങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ കോക്കനട്ട് സോസ്. ഇത് നമ്മൾ സ്റ്റിക്കി റൈസിൻ്റെ മേലെ കൂടെ ഒഴിച്ചങ്ങ് ആണ് വിളമ്പുന്നത്. പിന്നെ നമ്മൾ അവസാനമായിട്ട് മഗ് ബീൻസ് എന്ന് പറഞ്ഞൊരു ബീൻസ് ഉണ്ട്, അത് ഉപയോഗിക്കാറുണ്ട് ചിലവർ. അതേപോലെ തന്നെ ഈ നമ്മൾ കോക്കനട്ട് സോസ് ഉണ്ടാക്കുന്ന സമയത്ത് പാൻഡൻ ലീവ്സ് എന്ന് പറഞ്ഞ ലീവ്സ് ഇല്ലേ, രമ്പയില എന്നൊക്കെ പറയില്ല, അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഞാനിതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ നമ്മളിവിടെ തായ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന രുചിയാണ് സാധാരണ കിട്ടാറുള്ളത്. പിന്നെ കളർ ചേർക്കാറുണ്ട് പലപ്പോഴും പലരും. നമ്മുടെ നാച്ചുറൽ കളേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പേർപ്പിൾ കളർ, ഗ്രീൻ കളർ, യെല്ലോ കളർ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നമുക്ക് ഈ തായ് മാംഗോ സ്റ്റിക്കി റൈസ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കളറൊന്നും ചേർക്കുന്നില്ല. ബേസിക് ആയിട്ടുള്ള സ്റ്റിക്കി റൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. തണുക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും. അപ്പോൾ ഓവറായിട്ട് തിക്കാക്കാൻ നിൽക്കണ്ട. നമുക്കങ്ങ് ഓഫ് ചെയ്യാം. തിളച്ചിട്ടുണ്ടേ. തിളയ്ക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇതങ്ങ് പിരിഞ്ഞു പോകും. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ സ്റ്റിക്കി റൈസ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ മാമ്പഴം എടുക്കാം. മാമ്പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈസ് എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം സ്വീറ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ വീണ്ടും മധുരമുള്ള മാമ്പഴം എടുത്തു കഴിഞ്ഞാൽ ആ കോമ്പിനേഷൻ ശരിയാവില്ല. എപ്പോഴും ചെറിയൊരു പുളിയുള്ള മാമ്പഴമാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് റൈസ് വന്നിട്ട് എന്താ അബ്സോർബ് ചെയ്ത് ഇതിൽ കംപ്ലീറ്റ് തേങ്ങാപ്പാലങ്ങ് വലിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാകം. അപ്പോൾ ചോറിങ്ങനെ ഓരോ ചോറും വിട്ട് നിൽക്കുന്നതും കാണാം. അതേസമയം ആ ചോറിലോട്ട് മുഴുവൻ തേങ്ങാപ്പാൽ ഉണ്ട് താനും. ഞാൻ വേറെ രീതിയിൽ നമ്മൾ സാധാരണ ചോറ് കുക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ കുക്ക് ചെയ്ത് നോക്കിയപ്പോഴും ഈ ഒരു പെർഫെക്ഷൻ കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റീം ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ അങ്ങ് വേവിച്ച് അങ്ങ് വറ്റിച്ചെടുത്തിട്ട് അങ്ങ് അടച്ചു വെക്കാം. അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സ്റ്റീമിംഗ് മെത്തേഡ് തന്നെ കാണിച്ചു തന്നത് കേട്ടോ. നമുക്കിനി ഇതങ്ങ് സെർവ് ചെയ്യാം. ഇതിൻ്റെ രുചി ഞാൻ നോക്കട്ടെ. ഇനി നമുക്കിത് പ്ലേറ്റിംഗ് ചെയ്യാം. മാമ്പഴം എടുക്കട്ടെ. മാമ്പഴം മുറിച്ച് ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഏത് പാത്രത്തിലാണ് നിങ്ങൾ സെർവ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് അങ്ങ് വെച്ചു കൊടുക്കാം. റൈസ് അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാംഗോ മുറിച്ചിട്ട് വെക്കാം. ഞാനിവിടെ 2 ടൈപ്പ് മാംഗോ എടുത്തിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് തായ് മാംഗോ. ഇതാണ് തായ് മാംഗോ. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച അത്ര ടേസ്റ്റ് ഇല്ല. ചെറിയൊരു പുളിയുള്ള അൽഫോൺസയാണിത്. അപ്പം നമുക്ക് ആദ്യത്തേൽ തായ് മാംഗോ വെക്കാം. സെർവ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ കൂടെ തായ് മാംഗോ ആണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മേലെ കൂടെ നമുക്ക് കുറച്ച് ഈസ്റ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ മങ് ബീൻസ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇതാണ് ആദ്യത്തെ പ്രസൻറ്റേഷൻ. വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ പീസ് മിൻറ്റ് ലീവ്സിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊരു മിൻറ്റ് ലീഫ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. സെയിം പോലെയൊക്കെ തന്നെ വേറെ പ്ലേറ്റ് എടുത്തത് മാത്രം വേറെ കളറ്. അതിലോട്ട് ഇതിൽ ഈ ഒരു പാത്രത്തിലോട്ട് റൈസ് ആക്കുക. പിന്നെ ഈ റൈസ് നമ്മൾ ചൂടാറി കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ തണുപ്പിനേക്കാളും നല്ലത് റൂം ടെമ്പറേച്ചറിലാണ്. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കുറച്ചധികം ഉണ്ടാക്കി എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. അതിന് ശേഷം ഒന്ന് അവനിൽ ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് ചൂടാക്കിയതിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിന് ചുറ്റും നമുക്ക് മാമ്പഴം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഞാൻ മാമ്പഴം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടി നമുക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം. യെസ്, ഇപ്പം നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് റെഡി മണി ആയിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് മാംഗോ സ്റ്റിക്കി റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഒരു ചെറിയ കഷ്ണം മാങ്ങ എടുക്കാം, അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് റൈസ് എടുക്കാം വിത്ത് സോസ്, എന്നിട്ടൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ. മൈ ഗോഡ്, ഫ്ലേവേഴ്സ് ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യുന്നു പറയില്ല നമ്മുടെ വായിൽ, പലതരം. അതായത് ആ മധുരവും ചെറിയ പുളിയും സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തായ് വിഭവമാണിത്. നിർബന്ധമായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിലും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കണം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒത്തന്റിക് ആയിട്ടുള്ള തായ് മാംഗോ സ്റ്റിക്കി റൈസ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യാൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. അപ്പോൾ ഞാൻ അന്നും ഉണ്ടാക്കി നോക്കി. സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന പോലെ വെച്ച് നോക്കിയപ്പോൾ ഒരു പായസം പോലെയായി. പക്ഷെ ഇത് കുഴഞ്ഞു പോയെന്ന് വെച്ചാൽ അരിയൊക്കെ നുറുങ്ങി പോയിട്ട് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന സ്റ്റിക്കി റൈസിന്റെ, നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസിന്റെ കൺസിസ്റ്റൻസിനേക്കാളും വേറെ രീതിയിലോട്ട് മാറി. അതുകൊണ്ടാണ് അവർ സ്റ്റീം ചെയ്യാൻ പറയുന്നത്. ഞാൻ എല്ലാ രീതിയിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. നമ്മുടെ സാധാരണ അരി വെച്ച് ഉണ്ടാക്കി നോക്കി. പക്ഷെ ഈ നോർമൽ ആയിട്ടുള്ള തായ് സ്റ്റിക്കി റൈസിന്റെ ടേസ്റ്റ് കിട്ടുന്നില്ല. പക്ഷേ നിവൃത്തിയില്ലെങ്കിൽ നമുക്കത് ഉണ്ടാക്കാം. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ സ്വീറ്റ് റൈസ് വാങ്ങിച്ചതിന് ശേഷം ഉണ്ടാക്കുകയാണ്. ഇതാണ് ഇങ്ങനെ നോർമൽ ആയിട്ട് അരി വേവിക്കുമ്പോഴത്തെ കൺസിസ്റ്റൻസി.